ഓവർ തിങ്കിങ് ചെയ്ത് സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നമുക്ക് ചുറ്റും. സോ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഓവർ തിങ്കിങ് എങ്ങനെ കുറയ്ക്കാം? ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സോ ഇത് നമ്മുടെ സമയത്തെ ഇല്ലാതാക്കും, നമ്മുടെ എനർജിയെ ഇല്ലാതാക്കും, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഈ ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മളെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് വീക്കാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിച്ച് ആ ചിന്തകളിൽ തന്നെ കുടുങ്ങി കിടക്കുകയും ഇത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിന് കാരണമാവുകയും ചെയ്യും. ഓവർ തിങ്ക് ചെയ്യുന്നത് നമ്മളെ ഒരുപാട് വീക്കാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു വീക്കായ പേഴ്സൺ അല്ലെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാനായി സാധിക്കും. സോ അമിതമായി ചിന്തിക്കുന്നത് എങ്ങനെ ഒഴിവാക്കുക എന്നതിനെക്കുറിച്ചുള്ള ചില വഴികളിതാ. സ്റ്റെപ്പ് 1, അണ്ടർസ്റ്റാൻഡ് വൈ യു ഓവർ തിങ്ക്. നിങ്ങൾ എന്ത് കാര്യത്തിലാണ് അമിതമായി ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലായി അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നിലവിലില്ലാത്തതോ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തതോ ആയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഓവർ തിങ്കിങ് നടക്കുന്നത്. ഫിനിഷ് ലൈനിൽ എത്താത്ത നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു മാരത്തോൺ ഓടുന്നത് പോലെയാണിത്. അത് നിങ്ങളെ സഹായിക്കുന്നുവെന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നു, എന്നാൽ വാസ്തവത്തിൽ അത് നിങ്ങളുടെ ഊർജ്ജം ചോർത്തി കളയുകയാണ്. സ്റ്റെപ്പ് 2, അക്സെപ്റ്റ്, ഡോണ്ട് ഫൈറ്റ്. എത്രത്തോളം ശക്തമായി ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനായി ശ്രമിക്കുന്നോ അത്രത്തോളം ശക്തമായി തന്നെ അത് തിരിച്ചു വരികയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അതിനെ തടയാനോ പോരാടാനോ ശ്രമിക്കരുത്, മറിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായി ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് അമിതമായി ചിന്തിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കുക, എന്നാൽ അതിൽ ഏർപ്പെടരുത്. പുറത്തു നിന്നൊരാളെ പോലെ അതിനെ നിരീക്ഷിക്കുക. എൻ്റെ മനസ്സ് വീണ്ടും അമിതമായി ചിന്തിക്കുന്നുണ്ടെന്നും അനാവശ്യമായി പലതിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്വയം മനസ്സിൽ പറയുക. ഇത് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൻ്റെ പവർ ഇല്ലാതാക്കാൻ സഹായിക്കും. സ്റ്റെപ്പ് 3, ഗീവ് യുവർ മൈൻഡ് എ ന്യൂ ജോബ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ മനസ്സിന് പ്രൊഡക്റ്റീവായ എന്തെങ്കിലും ആവശ്യമാണ്. നിങ്ങളുടെ എനർജി എന്തെങ്കിലും പ്രവർത്തനത്തിലേക്ക് മാറ്റുക. നിങ്ങളൊരു പ്രശ്നത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഉത്തരം ഒന്നുമില്ല എന്നാണെങ്കിൽ അത് പോകട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമിതമായി ചിന്തിക്കുന്നതിന് പകരം ആക്ഷൻ എടുക്കാനായി ശ്രമിക്കുക. സ്റ്റെപ്പ് 4, സെറ്റ് എ തിങ്കിങ് ടൈം. എല്ലാ സമയത്തും അമിതമായി ചിന്തിക്കുന്നതിന് പകരം ഫോക്കസ്ഡായി തിങ്ക് ചെയ്യാനായി നിങ്ങൾ ദിവസവും 10 to 15 മിനിറ്റ് ഷെഡ്യൂൾ ചെയ്യുക. ആ സമയത്ത് അല്ലാതെ അമിതമായി ചിന്തിക്കേണ്ട ഒരു ചിന്ത വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ചിന്തിക്കുമെന്ന്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫോക്കസ്ഡായി തിങ്ക് ചെയ്യാനായി ഒരു സമയം ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായി ശ്രമിക്കുക. സ്റ്റെപ്പ് 5, യൂസ് യുവർ ബോഡി ടു കൺട്രോൾ യുവർ മൈൻഡ്. നിങ്ങളുടെ ചിന്തകളും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അമിതമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യാനായി ശ്രമിക്കുക. ഒന്ന് നടക്കാൻ പോവുക, വ്യായാമം ചെയ്യുക, ഡീപ് ബ്രീത്തിങ് ചെയ്യുക. ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത് അമിതമായ നിങ്ങളുടെ തിങ്കിങ് സൈക്കിളിനെ തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. സ്റ്റെപ്പ് 6, ആസ്ക് യുവർ സെൽഫ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. അമിതമായി ചിന്തിക്കുന്നത് പലപ്പോഴും ഭയത്തിൽ നിന്നാണ്. എല്ലാം തെറ്റിപ്പോയാലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എല്ലാം ശരിയായാൽ എന്ത് ചെയ്യും എന്ന് സ്വയം ചോദിക്കുക. സോ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറ്റുന്ന ഒന്നാണ്. സോ നിങ്ങളുടെ അമിതമായ ടെൻഷൻ, ഭയമെല്ലാം ഇല്ലാതാക്കാൻ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിനെ തന്നെ മാറ്റിയെടുക്കാനായി ശ്രമിക്കുക. സ്റ്റെപ്പ് 7, ലെറ്റ് ഗോ ഓഫ് പെർഫെക്ഷനിസം. പല ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളും എല്ലാം തികഞ്ഞവരാകാൻ ശ്രമിക്കുന്നു, എന്നാൽ പൂർണ്ണത ഒരു മിഥ്യയാണ്. പൂർണ്ണതയല്ല, പുരോഗതിയാണ് ലക്ഷ്യം. ജീവിതം പഠിക്കുക, തെറ്റുകൾ വരുത്തുക, വളരുക. സ്റ്റെപ്പ് 8, ട്രസ്റ്റ് യുവർ സെൽഫ്. അമിതമായി ചിന്തിക്കുന്ന മിക്കവരും അവരുടെ തീരുമാനങ്ങളെ സംശയിക്കുന്നു. നിങ്ങൾ മുമ്പ് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങൾ വീണ്ടും നല്ല തീരുമാനങ്ങൾ എടുക്കും. നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളെയും നിങ്ങളുടെ സഹജാവബോധത്തെയും വിശ്വസിക്കുക. സ്റ്റെപ്പ് 9, ലേൺ മൈൻഡ്ഫുൾനെസ് ആൻഡ് ലെറ്റ് തോട്ട്സ് പാസ്. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനായി ശ്രമിക്കുക. ഈ നിമിഷത്തിലേക്ക് ഫോക്കസ് കൊടുക്കുക. ചിന്തകൾ വരികയും പോവുകയും ചെയ്യും, പക്ഷേ അവയുമായി അറ്റാച്ച് ചെയ്യരുത്, ബന്ധിപ്പിക്കരുത്. നിങ്ങളുടെ ചിന്തകൾ ആകാശത്ത് മേഘങ്ങൾ കടന്നു പോകുന്നതായി സങ്കല്പിക്കുക. അവയിൽ കുടുങ്ങാതെ നോക്കുക. സ്റ്റെപ്പ് 10, റീപ്ലേസ് ഓവർ തിങ്കിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ അമിതമായി ചിന്തിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറുക. നിങ്ങൾ നന്ദിയുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കൃതജ്ഞത നിങ്ങളുടെ മനസ്സിനെ ഉത്കണ്ഠയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റുന്നു. സോ ഫ്രണ്ട്സ്, അമിതമായി ചിന്തിക്കുന്നത് ഒരു ശീലമാണ്. ഏത് ശീലത്തെയും പോലെ അത് മാറ്റാൻ കഴിയും. ഈ ഘട്ടങ്ങൾ ദിവസവും പരിശീലിക്കാൻ തുടങ്ങുക. ഇത് ഇൻസ്റ്റൻ്റായി മാറ്റം വരുത്തണമെന്നില്ല, എന്നാൽ കാലക്രമേണ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതും ശാന്തവും നിങ്ങളുടെ ചിന്തകളുടെ നിയന്ത്രണവും അനുഭവപ്പെടും.